എടാ നീ മേടിച്ച പൈസക്ക് തരാല്ലേ? പൈസ കൊടുക്കണം. ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. എത്ര നാളാണ് നീ എന്നോട് പൈസ പറ്റുന്നത്? നീ എന്തിനെങ്കിലും ജീവിക്കുന്നതല്ലേ? നീ മേടിച്ച പൈസ നിപ്പ് കണ്ടില്ലേ? ഒരു തേപ്പ് വെച്ച് കൊടുക്കണം. നിങ്ങൾ തമ്മിൽ വലിയ ചക്രം പോലെയൊക്കെ ആയിരുന്നല്ലോ. ഇവൻ എന്നോട് പൈസ മേടിച്ചിട്ട് എത്ര നാളാണെന്നറിയോ? ചോദിച്ചാൽ മടുത്തു. അടുത്ത വയ്യ കൊടുക്കണ്ടേ? ചോദിക്കുമ്പോ അവന്റെ മുഖം കിട്ടില്ല. അവന്റെ അയ്യോ ലേശം വെള്ളം അടിക്കാനുള്ള ഒരു കഷ്ടപ്പാട്. അതൊന്നും പറയണ്ട, ഇത് ദുരിതം. 100 വീഴും ഞാൻ വിളിച്ചു. ആ ചങ്ങായി എടുക്കുന്നില്ലാണ്. ഇത് സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കല്ലേ അറിയത്തുള്ളൂ. ആ കാക്കത്തുരത്തോളം പോയിക്കില്ലേ നമ്മള്? നിങ്ങൾ വരി. ഊനില്ലേ വേണ്ട, എന്നാ നമുക്ക് കഴിക്കാം. എത്ര നേരെ വിളിക്കുന്നത്? നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്ക. അല്ലേ ചങ്ങായി, ഇനി ഏറി എങ്ങനെ ഒന്ന് ഒത്തിരിക്കുന്നത്? എന്നെ നോക്കാത്തൊരു സ്ഥലം ഇനി ദുനിയാവിലില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക എനിക്കറിയോടാ. ഇന്നേരം സാധനം കിട്ടുമോ? എത്ര കഷ്ടപ്പെട്ട് ഇത് കൊണ്ടുവന്നറിയോ? എന്തിനാണ് ഇനി കരയുന്നത്? അറിയോ? എല്ലാരും മുമ്പിലിട്ടിട്ട് ചീത്ത പറഞ്ഞറിയോ? ഒരു 500 ഉറുപ്പ്യക്ക് വേണ്ടിട്ട് ഓൻ എന്നാ ഈ നാട്ടുകാരെ അടിക്കിട്ട് ഞായക്കേട് പറഞ്ഞു. ഇപ്പോഴങ്ങനെ നടന്നതാ ബാബേട്ടാ, എങ്ങനെ നടന്നതാ? അല്ല അത് ശരിയാ. പിന്നെ എന്നോട് പറഞ്ഞ എനിക്ക് സഹിക്കാറില്ല. വീട്ടിൽ പോയാൽ സ്വൈര്യമില്ല. ഈ മരിച്ചാ മതി. ഞാൻ മരിക്കും. ഇനി ഞാൻ നിൽക്കുന്നില്ല. മരിക്കാ നീ കണ്ടിക്കോ. ഞാൻ ചാവൂ. എന്തെന്നാടാ ഇത് ഇങ്ങോട്ടാ? ഇനി മരിക്കാൻ വന്ന സ്ഥലം ഇത്. അതിനെ കാട്ട്. ഇനി വേണ്ട, വീട്ടിലെ സമാധാനം. ഇനി പ്രശ്നമാക്കണ്ട സൽഗുണ. എന്തേ പറഞ്ഞ ആളൊക്കെ ഇല്ലേ? നീ എന്തോന്നാ വിചാരിക്കുന്നത്? ഇതേ ഈറ്റ 2 എണ്ണം ഇട്ടേ. ഇന്ന് നമുക്ക് ഓന്റെ പരിപ്പെടുക്കണം. ഇത് ഇനി പിടി, ഇത് പിടിക്ക്. ആ എന്താണ് നമുക്ക് 2 എണ്ണം ഓനിട്ട് ഒന്ന് പിടി. പാസ്വേ, നമ്മള് 3 പേരും കൂടെ കൂടി ഇപ്പൊ ഇതടിക്കും. എന്നിട്ട് വൈകുന്നേരം നമ്മള് 3 പേരും കൂടെ കൂടി ഊനിട്ടടിക്കുന്നു. ഓ, ഊനങ്ങനെ കളത്ത് കളിക്കരുതല്ലോ. സൽഗുണ, നീ ഇവിടെ കുത്തിരിക്കേ. ഞാൻ ടച്ചപ്പ് വാങ്ങി ഇപ്പൊ വരാം. ആരത് സൽഗുണോ? അന്നെ കണ്ട നന്നായി കുഞ്ഞുമോനെ. അല്ല, അന്റെ സാധനം എന്തുണ്ട് അടിക്കാൻ? ഇന്ന് 1-ാം തീയതി എവിടെയും കിട്ടൂലോ. വീട്ടിലുണ്ട് 2 ചങ്ങായിമാര് വന്നിട്ട്. അപ്പോൾ സാധനം വേണമല്ലേ? സാധനം 700 റുപ്യാവും. ഇന്ന് സാധനം കിട്ടിയില്ലല്ലോ. 1-ാം തീയതി അല്ലേ? കുറേ ദൂരെ പോയി വാങ്ങിയ. പൈസ എത്രയായാലും കുഴപ്പമില്ല. ഏറ്റവും ഒരു പെടലാ ഞാൻ പെട്ട്. സാധനം ഞാൻ തരാം. സൽഗുണ, പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. നിന്റെ ആ നമ്പർ തന്നെയല്ലേ? എൻ്റെ നമ്പർ തന്നെ. ഇപ്പൊ തന്നെ ഇടണേ. നിന്റെ 500 ഉറുപ്യ ഞാൻ കൃത്യമായി നിന്റെ ഫോണിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, അന്നേരം തരും. മനസ്സിലായോ? അച്ഛങ്കായി വല്ലാത്ത ടെൻഷനില്ല. അതിപ്പോ 2 എണ്ണം അടിച്ചാൽ മാറിയല്ലേ? അതത്രേ ഉള്ളൂ. അത്രയല്ലോ. ആ സൽഗുണ ടച്ചപ്പ് റെഡി. സാധനം കൊടുത്തോ ബാബുട്ടാ. മറ്റേ സാധനം ഞാനേ തോമാച്ചൻ വന്നു. ഇന്ന് 1-ാം തീയതി ആയിട്ട് സാധനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഭയങ്കര സങ്കടമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ഓനം കൊടുത്തി. 700 റുപ്യക്കാണ് കൊടുത്ത്. എനിക്ക് എന്നാൽ അത് ഇന്നലത്തെ ആ പ്രശ്നമുണ്ടല്ലോ, എൻ്റെ മനസ്സിൽ നിന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ 500 റുപ്യ ഓനെ അയച്ചു കൊടുത്ത്. ബാക്കി 200 എൻ്റെ അക്കൗണ്ടിലുണ്ട്, ഞാൻ അയച്ചു തരാം. എനിക്ക് ഇന്ന് മുതൽ ആ സാധനം വേണ്ട. ഭാര്യ എന്നെ ഇട്ടേച്ച് പോകാനായി. മക്കള് ഇന്നും എത്തിക്കില്ല. മോനാണെങ്കിൽ ഇപ്പം മോനും തുടങ്ങിയിട്ടുണ്ട് ദേശം. ഞാൻ നിർത്തുക. എന്തെങ്കിലും പണിക്കോ പോയിട്ട് ജീവിക്കുക. അതുകൊണ്ട് എനിക്കാവില്ല. എന്നോട് ക്ഷമിക്കും കേട്ടോ. സൽഗുണ, നിന്റെ കൂടെ ഞങ്ങൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, എന്നും ഉണ്ടാവും. അനക്ക് വേണ്ട സാധനം, ഞാക്കും വേണ്ട.
നമ്മൾ ഈ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചിട്ട്